എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ നാളെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത കൂടിയാണ് മുന്നിലുള്ളത്. അതിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കൊപ്പം വി വിനോദ് കൂടി ചേരുകയാണ്. വിനോദ്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അല്പം അയവുണ്ടാകുന്നു. CJPയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ധാരണ എത്തുന്നു എന്നതാണ് നില. പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതേസമയം ചർച്ചയ്ക്ക് ശേഷവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ CJPയും രാഹുൽ ഗാന്ധിയും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ രാജിയില്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രേണുക, മന്ത്രിയുടെ രാജി ഒഴിവാക്കാനുള്ള സകല തന്ത്രവും BJP പയറ്റുകയാണ്. അവിടെയാണ് CJPക്ക് കൂടുതൽ ഉറപ്പുകൾ നൽകിക്കൊണ്ട് ഈ സമരം തണുപ്പിക്കുകയും പിന്നീട് സമരം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് BJP പോകുന്നത്. BJP നേതൃത്വം CJP പ്രതിനിധികളോട് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, അവരുടെ നേതൃത്വത്തോട് പറയുന്നൊരു കാര്യം, കോൺഗ്രസ് ഈ സമരത്തിനുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു, ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെയും മറ്റു പാർട്ടികളുടെ താല്പര്യം വിദ്യാർത്ഥികളുടെ സമരത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. വിദ്യാർത്ഥികൾ എന്നത് രാജ്യത്തിൻ്റെ സമ്പത്താണ്. അവരുടെ സംരക്ഷണവും ഭാവിയും ഉറപ്പുവരുത്തുക എന്നത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രം പറയുന്നു. മാത്രമല്ല, നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഒരു ചർച്ചയുമില്ല, സമരം അവസാനിപ്പിച്ച് പോകണം എന്ന് നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായത്. പ്രധാനപ്പെട്ട 2 ഉറപ്പുകൾ അത് രേഖാമൂലം തന്നെ നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടപരിഹാരവും FIRകൾ പിൻവലിക്കാനുള്ള തീരുമാനവും. ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ എടുത്തിട്ടുള്ള സകല കേസുകളും പിൻവലിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്, അങ്ങനെ നിസ്സാരമായി സർക്കാർ കാണുന്നില്ല, കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തും, ഇങ്ങനെ ചോദ്യപേപ്പർ ചോർത്തുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് 10 വർഷം വരെ തടവും അതോടൊപ്പം തന്നെ 10 കോടി രൂപ പിഴയും ചുമത്തും. മാത്രമല്ല, ഈ കേസിൻ്റെ വിചാരണ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല. പ്രത്യേക കോടതി രൂപീകരിച്ച്, ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ രൂപീകരിച്ച് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ CJP നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കുക എന്നതാണ്. കാരണം ഇപ്പോഴൊരു രാജി ഉണ്ടായാൽ അത് ഈ സമരത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് അത് എങ്ങനെ മുതലെടുക്കും എന്നത് തന്നെയാണ് BJPയെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ രാജി ഉണ്ടായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് നേരെ തന്നെ കോൺഗ്രസ് നേതൃത്വം തിരിയുന്ന സാഹചര്യമുണ്ടാകും. നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് സമരം ശക്തിപ്പെടുത്താനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ CJPയും BJPയും തമ്മിലുള്ള ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. മാത്രമല്ല, വാങ്ചുങ്ങിൻ്റെ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട BJPയുടെ മന്ത്രിമാർ അവിടെ സന്നിഹിതരായിരുന്നു. അവരാണ് ഇങ്ങനെ പാനീയമൊക്കെ നൽകിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നത്. JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നും ഈ ചർച്ചയുടെ ഭാഗമായി CJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അവർ ആവശ്യപ്പെട്ടൊരു കാര്യം, മന്ത്രിയുടെ രാജിക്ക് ഒരു ദിവസം കൂടി അനുവദിക്കണമെന്നതാണ്. രേണുക, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിയമമായി വളരെ പെട്ടെന്ന് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നതാണ്. അവിടെ ആ ബില്ല് പാസ്സാക്കുക, അങ്ങനെ ഈ സമരം തണുപ്പിക്കുക, തുടർന്ന് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുക. കേന്ദ്ര സർക്കാരും CJP നേതൃത്വവുമായി ഒരു ധാരണയിലെത്തുക. വാങ്ചുങ്ങിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ 2 ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. നിയമം കൊണ്ടുവരുമെന്ന ഉറപ്പ് നൽകുന്നു, കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് നൽകുന്നു, വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നു, അതോടൊപ്പം തന്നെ FIRകളെല്ലാം പിൻവലിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. ആകെയുള്ള ഒരു തർക്കം മന്ത്രിയുടെ രാജിയിലാണ്. അതിനൊരു ഒത്തുതീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ ഈ സമരം പരിഹരിക്കാമെന്ന് BJP കരുതുന്നു. അതുവഴി കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ ചെറുക്കാമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്. മാത്രമല്ല, ഇവിടെ കോൺഗ്രസിനെ ഈ ചില കാര്യങ്ങളിൽ കളിയാക്കുന്നുമുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും കേക്ക് മുറിക്കുകയും തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നമ്മളിതാ സമരമുഖത്തേക്ക് നീങ്ങുകയാണ് എന്ന കാര്യം. അത് വളരെ രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ പലരും ഡൽഹിയിലേക്ക് എത്തില്ലായിരുന്നു എന്ന പരിഹാസവും ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CJP നേതൃത്വവുമായി ചർച്ച ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള BJPയുടെ നീക്കം. രേണുക, തീർച്ചയായും എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിലാണ് അപ്രതീക്ഷിത സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെയും ആ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഇന്നും പെല്ലറ്റ് ആക്രമണം
നേരിട്ട വിദ്യാർത്ഥിയുമായി എത്തിയാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുകയും രാജിയില്ല എങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. രാജി എന്നതിൽ എന്ത് തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്നത് ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ രാജിയിലേക്ക് നീങ്ങിയാൽ അത് ഒരു കീഴടങ്ങൽ എന്ന പ്രതീതി ഉണ്ടാക്കും എന്നതാണ് രാജ്യ ആവശ്യം അംഗീകരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ പിൻവലിക്കുന്നത്. എന്തായാലും പ്രശ്നം പരിഹരിച്ചേ തീരൂ. ഈ ഘട്ടത്തിൽ CJPയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുന്നു, നാളത്തെ യോഗത്തിൽ എന്തു പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.